അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഉഹിയ്യത്ത് അറുക്കൽ സുന്നത്തുണ്ട്. എന്നാൽ ഉഹിയ്യത്ത് അറുക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ അറുക്കുന്ന ജീവിയുടെ ഇറച്ചിയോ മാംസമോ ചോരയോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. അള്ളാഹുവിലേക്ക് എത്തുന്നത് നിങ്ങളുടെ ഖൽബിന്റെ തഖ്വ മാത്രമാണ്. എങ്ങനെയാണ് ഒരാൾ ഒരു ജീവിയെ അറുക്കുമ്പോൾ അയാളുടെ ഖൽബിൽ തഖ്വയുണ്ടാവുക? യഥാർത്ഥത്തിൽ ഉഹിയ്യത്ത് അറുക്കുക എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അറുക്കാൻ മുന്നിട്ടിറങ്ങിയതിന് സ്മരിക്കലാണ്. തന്റെ മകനെ അറുക്കുമ്പോൾ എത്രമാത്രം വിഷമം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മനസ്സിലുണ്ടോ ആ ഒരു വിഷമവും ഉഹിയ്യത്ത് അറുക്കുന്ന ആളുടെ ഖൽബിൽ ഉണ്ടാകണം. ഇതെങ്ങനെയാണ് ഉണ്ടാവുക? ഒരാൾ ഇന്നൊരു ജീവിയെ കൊണ്ടുവന്ന് നാളെ അറുക്കുമ്പോൾ അയാളുടെ മനസ്സിൽ അങ്ങനെയുള്ള ഒരു വിഷമം ഉണ്ടാവാൻ സാധ്യതയില്ല. ഒരാൾ ഒരു കുഞ്ഞു ജീവിയെ വളർത്തി വലുതാക്കി അതിന് 2 വയസ്സാകുമ്പോൾ അതിനെ അറുക്കാൻ തുനിയുമ്പോൾ ഏതൊരു മനുഷ്യന്റെ മനസ്സിലും വിഷമം ഉണ്ടാകും. അതൊരു സ്വന്തം മകനെ അറുക്കുന്നതിന്റെ വിഷമത്തിനോട് തുല്യമാകും. അന്നേരം എത്ര വിഷമമുണ്ടായാലും ഈ അറുക്കുന്നത് ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയാണ് എന്ന് നിയത്ത് ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹുവിനോട് ഒരു തഖ്വയുണ്ടാകും. ആ തഖ്വയാണ് അള്ളാഹു തആല പറയുന്നത് വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ മനസ്സിന്റെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുന്നത്. ഉഹിയ്യത്ത് അറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇന്നൊരു ജീവിയെ കൊണ്ടുവന്ന് നാളെ അറുക്കുന്നതിനേക്കാൾ ഉത്തമം ഒരു ജീവിയെ സ്വന്തമായി വളർത്തിയുണ്ടാക്കി ആ ജീവിയെ അറുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തഖ്വയുണ്ടാകും. അല്ലാഹു തആല നമ്മുടെ പ്രവൃത്തികൾ അല്ലാഹു സ്വീകരിക്കട്ടെ.